ഓരോ പ്രാവശ്യം അഴിച്ചെടുത്തിട്ട് വീണ്ടും വീണ്ടും ശരിയാക്കേണ്ടി വന്ന ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. യോക്കിൽ പ്ലീറ്റ് വരുന്ന ഈ ഒരു ഫ്രോക്ക് ആണെന്നുണ്ടെങ്കിലും കാണുമ്പോഴേ എല്ലാവർക്കും നല്ല സിമ്പിളായിട്ടൊക്കെ തോന്നിയാലും അത് ചെയ്തെടുക്കാനുള്ള കഷ്ടപ്പാട് കുറച്ചൊന്നും അല്ല കേട്ടോ. അതിൽ ആദ്യത്തെ കാര്യം ഈ ഒരു പ്ലീറ്റ് എടുക്കണ തന്നെയാണ്. നമ്മൾ ഈ ഒരു പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് എല്ലാം ഒരേ ലെവലിലൊക്കെ തന്നെ വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളത് അഴിച്ച് ചെയ്യേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള റഫിൾ സ്ലീവാണ് ഞാൻ ഈ ഒരു ഫ്രോക്കിന് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കൈക്കാണെന്നുണ്ടെങ്കിലും പീസ് എടുത്തിട്ട് ഫ്രില്ല് കുറഞ്ഞു പോയാൽ അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് കൂടിയോ കുറഞ്ഞൊക്കെ പോയാലും ആകെ കുളമായി പോകും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിട്ട് അതൊന്ന് ശരിയാക്കണം കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറേ നേരം അത് അഴിച്ചെടുത്തിട്ടൊക്കെയാണ് പിന്നെ വീണ്ടും വീണ്ടും ഞാൻ ശരിയാക്കി എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് യോക്ക് വശത്ത് വെക്കാനുള്ള ഒരു എംബ്രോയ്ഡറിഡ് വർക്കായിരുന്നു അടുത്തൊരു ടാസ്ക് വന്നത്. അതാണെന്നുണ്ടെങ്കിലും നെറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ആയതുകൊണ്ടിട്ട് നമുക്ക് ആദ്യം വർക്കൊക്കെ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഈ ഒരു ഫ്രോക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായേ. അപ്പോൾ കസ്റ്റമർ കൂടി അതിൻ്റെ പിക്ക് അയച്ചു തന്നിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇത്രയും താമസിച്ചത് കേട്ടോ. പക്ഷേ ആ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടിട്ട് ഞാൻ പിന്നെ ഓർത്ത് പിന്നെ ഇനി നമുക്ക് ഓരോ വർക്കുകൾ പുതിയത് ചെയ്യാനും പരിചയപ്പെടുത്താനൊക്കെ ഉണ്ടല്ലോ.